നല്ല കാറ്റുണ്ട്. ചുഴലിക്കാറ്റാണോ കൊടുങ്കാറ്റ്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 10 മണിയാണ്. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചു. പക്ഷേ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ, അപ്പം ഞാനത് കളഞ്ഞു. ഇന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് എടുക്കാൻ പോകണം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ ഗൈസ്, വീഡിയോയിലൊക്കെ കിടക്കാം. വെള്ളിയാഴ്ച മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാം. ചൂസ്. ഓക്കെ, അപ്പം മുഖം കഴുകി. ഇനി നമ്മുടെ മുഖത്ത് ഒന്നും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയതാണ് ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊക്കെ ചില കമ്പനിയൊക്കെ നാട്ടിലത്തെ തന്നെ ഇല്ലേ, അത് തന്നെ യൂസ് ചെയ്ത് ശീലമുള്ളവരെ മറക്കാണ്ട് അത് കൊണ്ടുവരിക. ഇവിടെ നമുക്ക് ഒരു ലിപ് ബാമും മോയ്സ്ചറൈസറും അത്രയും അത്യാവശ്യമാണ്. അപ്പം നമ്മൾ മുഖത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് മുടി കെട്ടേണ്ടതാണ്. സുന്ദരി സുന്ദരി. അപ്പോൾ ഓക്കെ. ഓ നോ, നമ്മൾ രാവിലെ എണീറ്റോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുതപ്പ് മടക്കി വെക്കണം. നമുക്കിനി അത് മടക്കി വെക്കാം. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് ഇവിടെ. എന്തെങ്കിലും കഴിക്കാൻ വേണം, കഴിക്കാൻ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് എൻ്റെ റാപ്പുണ്ട്. ഇനി അടുത്തത് ഒരു മുട്ടയുണ്ട്, ഒറ്റൊരു മുട്ട. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട കൊണ്ട് ഒരു മുട്ടക്കറിയാക്കാൻ പോവാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് തക്കാളി 1 2 3 ചെറിയ തക്കാളി. അതുകൊണ്ട് നമുക്ക് 3 മുട്ടക്കറിയാണോ തക്കാളിക്കറിയാണോ എന്ന് സംശയം തോന്നുന്ന ഒരു കറിയാണ് ആക്കാൻ പോകുന്നത്. 2 പച്ചമുളക്. ഓക്കെ, ഇനി വേണ്ടതാണ് ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. അപ്പം ഞാൻ മുട്ടക്കറി വെക്കാം കേട്ടോ. നമുക്കിതാക്കുന്നതിന് മുന്നേ നമുക്ക് ഇത്, അതായത് ഞാൻ കുറച്ച് ഇഞ്ചി നാരങ്ങ ഇതെല്ലാം കൊണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ചൂടാക്കി അത് ഈ ഫ്ലാസ്കിലേക്ക് മാറ്റി അതവിടെ വെച്ചിട്ട് ഈ പാത്രത്തിൽ മുട്ട ഒരെണ്ണം പുഴുങ്ങി അപ്പോഴത്തേക്ക് ഇതരിഞ്ഞ് വള എല്ലാം ചെയ്യാം. ഓക്കെ, ഉള്ളി അരിഞ്ഞ് നിങ്ങളിങ്ങനെ കരയാറുണ്ടോ?
ബാത്റൂം. നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കുക്കിംഗ് പഠിച്ചിട്ട് വരിക. അത് ഇവിടെ വന്നിട്ട് ഭയങ്കര ഉപകാരമായിരിക്കും. Be careful. ഒരു മുട്ട പുഴുങ്ങാനാണ് ഇത്രയും വലിയ പാത്രം. ചെറിയ പാത്രമില്ല, അതുകൊണ്ടാണ്. കറി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ട്. വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഇന്നലത്തെയൊക്കെ വെയിൽ നല്ല ചൂടായിരുന്നു, സത്യം പറയാനോ നല്ല ചൂടുണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു ടെർമിനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഔസ്ലാൻഡ് ബയോഡയിൽ പോയ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം അവിടുന്ന് എനിക്കൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷെ അതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു 3 പേരുണ്ട്. അതിനകത്ത് ഒരു മാഡം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ആ മാഡത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഫില്ല് ചെയ്യണം. അതെനിക്ക് 1:30ക്കാണ്. അപ്പോഴത്തേക്കും കറിയാകും, എന്നിട്ട് അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് 1:30 ആ മീറ്റിംഗ്. കഴിക്കട്ടെ. നമ്മുടെ നാട്ടിൽ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇവിടെ പേഷ്യൻ്റ് ഇങ്ങനെ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എന്ത് ചെയ്യുക, അവർ നമുക്ക് ചോക്ലേറ്റും പിന്നെ ഒരു കാർഡൊക്കെ എഴുതിയിട്ട്, ഇവിടെ കാർഡ് എല്ലാത്തിനും കാർഡാണ്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സും കൊണ്ട് പോകില്ലേ, അതിന് വരെ ഇവിടെ കൊണ്ടുപോകുന്ന വെച്ചാൽ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടുള്ള, പിന്നെ ഒരു കാർഡ് ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും വിഷസൊക്കെ എഴുതിയിട്ട്. അത് പിറന്നാളിനാണെങ്കിൽ എന്തിനാണെങ്കിലും കാർഡ് ഇവർ കൊടുക്കും, ഒരു ഗ്രീറ്റിംഗ് കാർഡ്. പേഷ്യൻ്റ് ഇങ്ങനെ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാവും, ഇങ്ങനെ നമുക്ക് നമ്മളെ നോക്കിയതിന് താങ്ക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിനകത്ത് ഞാൻ എടുത്താണ്ട് മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്ന ഫയലൊന്ന് ഫില്ല് ചെയ്യാനായിരുന്നു. അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ പിന്നെയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു, കാരണം സമയം ഇത്ര ആയല്ലോ. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ ഒരു കുഞ്ഞ് ഷേക്ക് അടിക്കാം. ഷേക്കിന് ആദ്യം വേണ്ടത് മിക്സി. ഇതിൻ്റെ മണ്ടയിലോ നോക്കാമല്ലോ, മിക്സി. ഇനി നമുക്ക് ഒരു അവക്കാഡോ ഷേക്ക് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവക്കാഡോ കുറച്ച് ഈ സൈഡ് കേടായിട്ടുണ്ട്. ഈ യായിൻ്റെ പ്രൊഡക്റ്റ് കണ്ടോ, ഇത് റവേന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് അത്യാവശ്യം പൈസ കുറവിന് കിട്ടുന്നതാണ് യാ എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും. ഉറക്കം കഴിഞ്ഞു, എണീറ്റു. ഇനി കടയിൽ പോകണം. കടയിൽ പോയി കുറച്ച് സാധനം മേടിക്കണം. ഇപ്പം സമ്മർ പറഞ്ഞപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ കടയിൽ പോകാൻ പോവാണ്. ഇന്നലെയാണ് ഞങ്ങൾക്ക് സാലറി വന്നത്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ പോയി വാങ്ങാൻ വേണ്ടി പോട്ടെ ഗായ്സ്.
എന്താ റെഡിയായോ? വാ. വെയിറ്റിംഗ് ഫോർ പൂജ. ചിരിക്ക്. പൂജയും അഷ്നയും പിറന്നു. അഷ്ന ചേച്ചിയുടെ പുതിയ നെയ്ബറും അറിഞ്ഞു. ക്രിസ്ത്യാനല്ലേ? അഷ്ന ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആ ഇതാ കമ്മി. ഓക്കെ, അപ്പോൾ ഇന്ന് നേരെ കടയിലേക്ക് പോവാണ്. ഇന്ന് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീൻ വാങ്ങണം. മീൻ കൂട്ടിയിട്ട് കുറേ ആയി. ആലോചിക്കുക എന്ത് ചെയ്യുന്നു. എബിയൊന്നും ഇപ്പം മറന്നില്ലെന്നാണ്. ചേച്ചി പരിചയപ്പെട്ടില്ലല്ലോ. ഹായ് പറ. ഇതിന്റെ അവിടെ കീലർ സ്ട്രാസ് നമ്മുടെ ഇവിടെ ഞാനൊരു മീൻ വാങ്ങി, പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ചെറിയ പീസ് വാങ്ങി. മൊത്തം 6 യൂറോ. ഇനി അടുത്തത് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നോക്കാൻ പോകണം. ഇയാളുടെ കവറിൽ ബാഗിൽ. ഓക്കെ, സുൽത്താൻ മാർക്കറ്റിലേക്ക് കയറാം. മത്തക്ക 1 കിലോയ്ക്ക് 1 യൂണിറ്റ്. മറ്റേ ഇവിടെ ഉണ്ട് സിറ്റി ബസാറിൽ തണ്ണിമത്തന് ഓഫറിലുണ്ട് 1 യൂറോ. ചെറിയ തണ്ണിമത്തൻ ഇല്ല, ഞാൻ തപ്പി സാധിക്കാം. ഒരു സ്റ്റുക്കിന് ഒരെണ്ണത്തിന് നല്ലതായിരിക്കോ? ഇവിടെ ഇപ്പോൾ കീൽവോഹ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഫ്ലവേഴ്സ് വേണുണ്ട്. 2 എനിക്ക് നീ എത്രണ്ണുണ്ട്? 2 കറക്റ്റ്. ഞാൻ പിടിക്കാം. അവള് വീഡിയോ എടുക്കട്ടെ. വേറെ ഉണ്ട് കറക്റ്റ് എല്ലാം. എനിക്ക് നമ്മൾ വന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ വെച്ച പോലെ. പച്ച ചേച്ചി വെള്ള ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ആരാണോ വെച്ചെന്ന് അറിയാൻ പാടില്ല. ഇച്ചിരി അങ്ങോട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന കണ്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടാത്ത സാധനം അവർ കൊണ്ട് കളയാണ്ട് ഇങ്ങനെ ഓരോ ബോക്സിലാക്കി വെക്കും. നമ്മൾ റോട്ടിക്കോട്ടെ പോകുമ്പോഴൊക്കെ
കാണാം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് മിക്കവാറും കാണാറുണ്ട്. ഒരാഴ്ചയായിട്ട് കാണാറില്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ടത്. യൂസ് ചെയ്തതാ ഫാഷൻ യൂസ് ചെയ്തതായിരിക്കും, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫ്രഷ് വെക്കാം. ഭംഗിയുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്ന സമയത്ത് അവിടെ മറ്റേ ചെയർ, ടീപ്പോ അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ആഫ്രിക്കക്കാരൊക്കെ നട്ടിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ഫ്രഷ് എങ്ങനല്ലേ? അതായത് ആവശ്യമില്ലാത്ത സാധനം. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എടുക്കുവോ? ഇല്ല, നമ്മുടെ നാട്ടിലെടുക്കും. നമ്മുടെ നാട്ടിൽ അഭിമാനം നമ്മൾ കൊണ്ട് വെക്കും ബാക്കിയുള്ളവർക്ക് എടുക്കാൻ. ഷോ ഒന്നും ഉണ്ടായിട്ടല്ല, ഷോ. എന്റെ ഫേവറേറ്റ് വൈറ്റ് ആണ്. ബ്രഷ് ഇട്ട് വെക്കാം അല്ലേ? പച്ച ബ്രഷ്, പച്ച പത്രത്തിൽ. അപ്പോൾ ഗൈസ് വീട്ടിൽ തിരിച്ചെത്തി. മടുത്തു. ഇപ്പം സമയം 9 മണിയായിട്ടുണ്ട്. അതായത് 9 മണിയായി. എന്നിട്ട് നോക്ക്, വെളിച്ചം വെളിച്ചം. ഓക്കെ, ഇപ്പോഴും നല്ല വെളിച്ചമാണ്. സമ്മർ ആയുള്ള ഒരു നല്ല കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒക്കെ വെട്ടമൊക്കെ ഉണ്ടാവും. സമാധാനത്തിൽ തിരിച്ചു വരാം. പക്ഷേ നല്ലൊരു എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഒന്നും അറിയത്തേ ഇല്ല. നമ്മളൊന്നും ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഞാൻ വലിയ പ്രില്ല് വാങ്ങി എൻ്റെ പ്രില്ല് തീർന്നു പോയി. ഓക്കെ, മോളിൽ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ, ഒരു എന്താ പറയുക, അതിൻ്റേതായ പ്രൊസീജിയറിൽ ചെയ്യാനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ ബിഗിനർ. ഓക്കെ, ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്കിതൊക്കെ പുതിയൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇനി ചെയ്യാം. കുറേ പേരെന്നോട് പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ, അതുപോലെ തന്നെ റൂം ഫുള്ളൊന്ന് കാണിച്ചു തരുമോ, പിന്നെ ബാനോഫിൽ പോയിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുമോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ നമുക്കത് കേൾക്കുമ്പം അതെന്താ ചെറിയൊരു കാര്യമല്ലേ. പക്ഷെ നാട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക്, ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. എനിക്കത് മനസ്സിലാകും. ഞാനും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് കുറേ കാലം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്കിനി തിങ്കളാഴ്ച ഒരു എക്സാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നെ കമൻറ്റിൽ അറിയിക്കാം. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാനതെല്ലാം വായിച്ച് അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ. ഗൈസ്, ആഷ്ന കരയോ അത് പോയിട്ട് നമുക്ക് നോക്കാം. കരയുന്നില്ലേ? കരയാ, കണ്ടന്റിന് ഓടി വന്നതാ. Say hi. Hi.